السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ആദരണീയരായ ശ്രോതാക്കളെ, നമ്മുടെ ഇന്നത്തെ വിഷയവും വസ്ത്രധാരണയെ പറ്റിയാണ്. ടൈറ്റ് ഫിറ്റ് ധരിക്കുന്നതിൻ്റെ സൈഡ് എഫക്ട്സുകൾ കുറേ എണ്ണം ഇന്നലെ പറഞ്ഞു. ഈ ടൈറ്റ് ഫിറ്റ് ധരിക്കുന്നത് മുഖേന വയറ്റിൻ്റെ അകത്ത് ആസിഡിറ്റി ഉണ്ടാകുന്നു എന്ന് പറയുന്നു. ആസിഡിറ്റി ഉണ്ടായാൽ ഒരുപാട് പ്രശ്നങ്ങൾ അത് മുഖേന പിന്നീട് ഉണ്ടാകുന്നു. എന്ന് മാത്രമല്ല, ഈ ടൈറ്റ് ഫിറ്റ് ഇങ്ങനെ ധരിക്കുന്നത് കൊണ്ട് ആ ജെനിറ്റൽ ഏരിയയിൽ, ആ ഭാഗത്ത്, ജനനേന്ദ്രിയത്തിന്റെ ആ ഭാഗത്ത് ഫംഗസ് കുന്നുകൂടുന്നു. കാരണം അവിടെ ടെമ്പറേച്ചർ കൂടുകയും ഹ്യൂമിഡിറ്റി കൂടുകയും ആ ഏരിയയിൽ, ആ ഭാഗത്ത് ഈസ്റ്റ് ഇൻഫെക്ഷനെ പോലെ ഒരു ജാതി ഫംഗസ് ആണത്. ഇൻഫെക്ഷനുകൾ ധാരാളം കൂടുന്നു. എന്ന് മാത്രമല്ല, ഈ ടൈറ്റ് ഫിറ്റ് ഇങ്ങനെ ഇടുന്നത് പുരുഷനാണെങ്കിൽ, ആൺകുട്ടികളാണെങ്കിൽ അവിടെ സ്പേംസിന്റെ, ബീജത്തിന്റെ കൗണ്ട് കുറയാനും അതിന്റെ തോത് കുറയാനും അതിന്റെ ക്വാളിറ്റി തരങ്ങൾക്ക് മാറ്റം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ മാറ്റം വന്നാൽ, തോത് കുറഞ്ഞാൽ പിന്നീട് സന്താനങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥ വളരെ കുറവായിരിക്കും. ചിലപ്പോൾ സന്താനം ഉണ്ടാവുക ഇല്ല എന്നും പറയാം. എന്ന് മാത്രമല്ല, ഈ ആൺകുട്ടികൾക്കോ പുരുഷനോ അങ്ങനെ ടൈറ്റ് ഫിറ്റ് ഇടുന്നവർക്ക്, ധരിക്കുന്നവർക്ക് ടെസ്റ്റിക്കുലർ പെയിൻ ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ എന്താണ് മലയാളത്തിൽ പറയേണ്ടത്? വൃഷ്ണത്തിൽ വേദനകൾ ഉണ്ടാകും. സ്കിന്നിന്, ചർമ്മത്തിന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകും. ചിലപ്പോൾ ചുവന്ന പാടുകൾ, റെഡ്നെസ്, ഇച്ചിനെസ്, വല്ലാത്ത ചൊറിച്ചൽ, അതേപോലെ തന്നെ ശരീരത്തിൽ സ്വെറ്റിങ്സ് കൂടുതലായിട്ട്, വിയർപ്പ് കൂടുതലായി കാണും. അങ്ങനെ ഉണ്ടായാൽ അവന്റെ കക്ഷത്തിലും കാൽഭാഗത്തും പാദങ്കാലിലും ജെനിറ്റൽ ഏരിയയിലും ഒക്കെ ബാഡ് ഒഡോർ ഉണ്ടാകാം. ദുർഗന്ധങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകൾ പുരുഷന്മാരുടെയും പുരുഷന്മാർ സ്ത്രീകളുടെയും വസ്ത്രങ്ങൾ ധരിക്കരുത് എന്ന്. ഇപ്പോഴത്തെ അവസ്ഥകൾ നമ്മുടെ സമുദായത്തിൽ ചിലരിൽ കാണുന്ന ഒരു അവസ്ഥയാണ്. പെൺകുട്ടികൾ ജീൻസിന്റെ പാൻസ് ഒക്കെ ഭയങ്കര ടൈറ്റ് ഫിറ്റായിട്ട് ധരിക്കുന്നത് കാണുന്നുണ്ട്. അങ്ങനെ ധരിച്ചാൽ സ്ത്രീ പുരുഷവേഷം അങ്ങനെ കെട്ടി നടന്നാൽ, പുരുഷന്മാരുടെ വസ്ത്രങ്ങൾ ധരിച്ചാൽ ചിലപ്പോൾ പുരുഷന്റെ സ്വഭാവങ്ങൾ അവരിൽ ഉണ്ടാകാം. സ്ത്രീയിലുണ്ടാകുന്ന ഒരു ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ, അതായത് ആൻഡ്രജൻ. ഇത് ഇങ്ങനെയുള്ള വേഷം കെട്ടുമ്പോഴേക്ക് ചിലപ്പോൾ അത് കൂടുതലാകാൻ സാധ്യത ഉണ്ട്. കൂടുതലാകാൻ സ്ത്രീയിൽ പാടില്ല. ഒരല്പം പോലും അത് കൂടുതലാകാൻ പാടില്ല. പെൺകുട്ടികളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ഉണ്ടായാൽ ഇത് ഹൈ ആയിട്ട് ടെസ്റ്റോസ്റ്റിറോൺ, ആൻഡ്രജൻ ഹോർമോൺ പെൺകുട്ടികളിലോ സ്ത്രീകളിലോ കൂടുതലായിട്ട് വന്നാൽ എന്താ ഉണ്ടാകുക? അവിടെ ബോഡിയിൽ എക്സസീവായിട്ട് മുടി വളരും. പ്രത്യേകിച്ച് മുഖത്തിന്റെ ആ ഭാഗത്ത് താടിയൊക്കെ വളരും. ഇപ്പൊ പലരിലും, പല പെൺകുട്ടികളും ഇങ്ങനെയുള്ള കംപ്ലൈന്റ് പറയുന്നതായിട്ട്
ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരവസ്ഥ. ബോഡിയിലും പുരുഷന്മാരെ പോലെ മുടികൾ വരും. അത് ഒരിക്കലും ഉചിതല്ലല്ലോ, എല്ലാവർക്കും അറിയാലോ. എന്ന് മാത്രമല്ല, ചിലപ്പോ കഷണ്ടികൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അല്ല, മുഖക്കുരുകൾ ഇങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ആ ഹോർമോൺ കൂടിയിട്ടുണ്ട് എന്നർത്ഥം നാം ഒരിക്കലും അവിടെ അങ്ങനെ വിചാരിക്കാൻ പാടില്ല. കാരണം എന്താണ്, മറ്റുള്ള പല വിഷയങ്ങളിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇങ്ങനെയും ഉണ്ടാകാം. പിന്നെയും ഒരു പറയാനത്ര നമുക്ക് ഉചിതമല്ല, പറ്റുന്നില്ല. വല്ലാത്ത പ്രശ്നങ്ങൾ വലിയ വലിയ മുഹമ്മദ് അലി ബാറിനെ പോലെയുള്ളവർ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ വരെ അതിന്റെ ഫോട്ടോ സഹിതം വെച്ചിട്ട് എഴുതിയിട്ടുണ്ട്. ചില നമുക്ക് അതായത് ഊഹിക്കാം, പെൺകുട്ടികളുടെ ജെനിറ്റലിന്റെ ആ ഭാഗം പുരുഷലിംഗത്തിന്റെ ആ അവസ്ഥ പോലെ ചിലപ്പോൾ തോന്നും. ഇതൊക്കെ ഇങ്ങനെ ഈ ടെസ്റ്റോസ്റ്റിറോൺ ഇത് കൂടിയാൽ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് ഈ ഹോർമോൺ. എന്ന് മാത്രമല്ല, അവരുടെ മാറിന്റെ സൈസൊക്കെ ഡിക്രീസ് ആവും, ചുരുങ്ങും. പിന്നെ വോയിസുകളൊക്കെ ഭയങ്കര ഡീപ്പാവും, ആൺകുട്ടികളുടെ വോയിസുകളെ പോലെ. അവിടെ മസലിന്റെ മാസ് അത് നന്നായിട്ട് കൂടും. ഇതൊക്കെ പ്രശ്നങ്ങളാണ്. എങ്ങനെ ഓവരിയില് ഇങ്ങനെ ഈ ആൻഡ്രോജന്റെ അളവ് കൂടിയാൽ സ്ത്രീകളില് അവരുടെ മെൻസ്ട്രുവൽ സൈക്കിൾ, ഈ പീരിയഡിന്റെ സൈക്കിൾ അത് റെഗുലറായിട്ട് ഉണ്ടാവുകയില്ല. സാധാ വരുന്നത് പോലെ അതിന് ഡിസോർഡർ വരും. അതിന്റെ സമനില ഒക്കെ തെറ്റും. അവർക്ക് ഇത്തരക്കാർക്ക് ലോ ലിബിഡോ ഉണ്ടാകും. അതായത് കല്യാണം കഴിഞ്ഞിട്ട് ഒരു പ്രത്യേക ആഗ്രഹങ്ങളും എന്തൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറയും. എന്ന് മാത്രമല്ല, അവർക്കൊരു മൂഡുകളിലൊക്കെ ചേഞ്ചസ് വരും, മൂഡ് ഉണ്ടാവുകയില്ല. എന്ന് മാത്രമല്ല, ഇങ്ങനെ കൂടിയാല് ചിലപ്പോ അത് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകും. ഫെർട്ടിലിറ്റി ഉണ്ടാകാതെ എന്ന് പറഞ്ഞാല് സന്താനങ്ങൾ ഉണ്ടാവുകയില്ല. പൊണ്ണത്തടിയന്മാർ, അതായത് സ്ത്രീകൾക്ക് പൊണ്ണത്തടി ഉണ്ടാകും. ഇങ്ങനെ ഇത്ര മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതും നാം നന്നായി പഠിക്കുകയും ഈ ശാസ്ത്രജ്ഞന്മാർ എന്തൊക്കെ പറയുന്നു എന്നൊന്ന് നന്നായി പരിശോധിച്ചാൽ അവർ ഏകദേശം 95% എന്റെ അറിവ് പ്രകാരം ഞാൻ അറിഞ്ഞിടത്തോളം അവർ പറയുന്നത് അതുപോലെ തന്നെയാണ്. നാം പരിശോധിക്കണം, അതിനെപ്പറ്റൊന്ന് സെർച്ച് നന്നായിട്ട് ചെയ്യണം. അപ്പോഴേക്ക് പറയുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പുരുഷവേഷം കെട്ടരുത്, പുരുഷന്മാരുടെ വസ്ത്രങ്ങൾ ധരിക്കരുത്. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ആവുമ്പോഴേക്ക് അവരുടെ സ്വഭാവങ്ങൾ ഇവരെ സ്വാധീനിക്കാം. അങ്ങനെ സ്വഭാവങ്ങൾ സ്വാധീനിക്കുമ്പോഴേക്ക് ഈ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത് സ്ത്രീകളിലാണെങ്കിലും പുരുഷ ഹോർമോണാണ്, മെയിൽ ഹോർമോണാണ്. അത് കൂടുമ്പോഴേക്ക് അത് കൂടിയാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പൊ ചുരുക്കത്തിൽ നാം ചിന്തിക്കണം, നമ്മുടെ കുട്ടികൾക്ക് ടൈറ്റ് ഫിറ്റൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോഴേക്ക് ധാരാളം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. അതുമൂലം ഒരുപാട് പ്രശ്നങ്ങളിലേക്കാണ് പോകുന്നത്, രോഗങ്ങളിലേക്കാണ് നാം പിന്നീട് പോകുന്നത്. പിന്നീട് അത് ഒരു വലിയ ആപത്തിലേക്ക്, ഒരു ബുദ്ധിമുട്ടിലേക്ക് നമ്മുടെ കുട്ടികളെ നയിക്കും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിലും തിരുഹദീസുകളിലും പറഞ്ഞതുപോലെ നടന്നാൽ ഇവിടെ ഒരിക്കലും പ്രശ്നങ്ങളും വിഷമങ്ങളും വ്യസനങ്ങളും ഒരിക്കലും ഇല്ല. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിലും തിരുഹദീസിലും പറഞ്ഞതുപോലെ നടക്കുവാനും ഇവിടെ എല്ലാവർക്കും, ഈ ഭൂലോകത്തുള്ള ഇവിടെ വസിക്കുന്ന എല്ലാവർക്കും കഴിയുന്നത്ര സഹായങ്ങൾ ചെയ്യുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കാരണം നമുക്ക് അങ്ങനെയുള്ള ഒരു ആഗ്രഹം വേണം. അത് ആരാണെങ്കിലും അവരെ സഹായിക്കണം. എത്രയോ പാവങ്ങൾ, കണക്കില്ലാത്ത പാവങ്ങൾ മനുഷ്യരിൽ, ഞാൻ പറയുന്നത് മനുഷ്യരിലാണ്,
എത്രയോ പാവങ്ങൾ പല നിലക്കും വിഷമിക്കുന്നുണ്ട്. നമുക്കൊരു മനസ്സ് വേണം അവരെ എന്തുകൊണ്ടെങ്കിലും സഹായിക്കണമെന്ന്. അവരെന്തുകൊണ്ട് നമുക്ക് കഴിയുന്നത്ര സഹായിക്കണം, അതിന് പ്രയത്നിക്കണം. അല്ലാഹു തആല എല്ലാം നല്ലത് ചെയ്യുവാനും ജനങ്ങളിലേക്ക് നന്മ ചെയ്യുവാനും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.